വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ഏരിയയാണ്. ഈ സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ആണ്. ഈ ഒരു സ്വിങ്ങിന്റെ ലോ ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് പല തവണയും കയറി പോയിരിക്കുന്നത്. ഇത്തവണയും മാർക്കറ്റ് അവിടേക്ക് തന്നെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോയിലേക്കാണ്. ആ ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്തിടാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് വന്നിരിക്കുന്നത്. 1 അവറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞൊരു ഏരിയയാണ്. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടം വരെ പോവും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഒരു ഏരിയ കൂടി കാണുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ, അതായത് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് കാണുന്നതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിടുന്നത്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. 1 അവറിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കുള്ള ഒരു സൂചനയാണ് തരുന്നത്. സപ്പോർട്ട് എടുത്തു, വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇതിലൊരു സപ്പോർട്ട് എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മൈനറായിട്ടുള്ള സപ്പോർട്ടുകൾ എടുത്തു. ആ ഒരു സപ്പോർട്ടിലേക്ക് വീണ്ടും മാർക്കറ്റ് ഇപ്പം ഇന്ന് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഫോം ആയി വരുന്നുണ്ട് അപ് സൈഡിലേക്ക്. അതായത് മാർക്കറ്റ് പതിയെ മുകളിലോട്ട് പോവാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു ട്രെൻഡ് ലൈന് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യത കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അത് എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരു പക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്കൊരു എൻട്രി സാധ്യത കൂടി കാണുന്നുണ്ട്. അതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലോവിലേക്കൊക്കെ വെക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനോ സാധ്യതയും കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഒരു വീഴ്ച വന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടി. അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം വളരെ നല്ലൊരു ക്യാൻഡിൽ, ഇതുപോലുള്ള ഒരു വലിയൊരു ക്യാൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ, ബെയറിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടൊരു ട്രേഡ് എടുക്കാം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കഴിഞ്ഞ് ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ ഈ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അതിന് താഴെ ക്രിയേറ്റ് ചെയ്ത ലോ വരെ വീണ്ടും മാർക്കറ്റ് വന്നേക്കാം. അതിന് താഴെ ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഇവിടം വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടിയും കാണുന്നുണ്ട്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോവും. അങ്ങനെ പോയതിനു ശേഷം ഏറെക്കുറെ ഈ ഒരു ലെവൽ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഒരു റെഡ് ലൈൻ ആയിരുന്നു. റെഡ് ലൈനിന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. ആ ഒരു ഇംബാലൻസ് വരെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാർക്കറ്റ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.